തെന്നി വീണ ലൈക്കുണ്ടമ്മേ. തെന്നി വീണ എല്ലാവർക്കും ഒരു ബിരിയാണി തെന്നി വീണ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ പോകുന്നതാണ്. ഈ കൊലത്തിൽ അല്ല പോകുന്നത്. ഇത് ഞാൻ ഇപ്പം ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അഗസ്തിക്കോട് അമ്പലത്തിലും പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് 2 വ്ളോഗായിട്ട് ഇടാനായിരിക്കും സാധ്യത. പക്ഷേ ഇത് ലോങ് ആയില്ലെങ്കിൽ ഞാൻ ഒറ്റ വ്ളോഗായിട്ട് തന്നെ ഇടാൻ നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും കുളിച്ചിട്ടൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം ഗൈസ്. അങ്ങനെ അമ്പലത്തിലെത്തി. ഇത് അങ്ങ് ഇറക്കത്തിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. അവന് ബൈക്കിൽ വെച്ച് എന്നെ കയറ്റാൻ പാടാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു പോയി. ഹെൽമെറ്റ് വെച്ച് മുടിയൊക്കെ ഇരിക്കുന്ന നോക്കിയാണ്. എന്തൊരു കോല്. എത്താറായി. ഞാൻ പറഞ്ഞില്ല, ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ളോഗ് ഇടും. എല്ലാവരും കാണണം. ഇതാണ് അമ്പലം. വന്നപ്പോഴത്തേക്ക് അതിലും വലിയ മറ്റേ രജനീകാന്തിൻ്റെ പാട്ടായി ഉമ്പാവ അമ്പലം അടച്ച്. പക്ഷെ നമ്മുടെ വ്യൂ പോയിട്ടില്ല. കാണിച്ചാലോ. കണ്ട ഇതാണ് അമ്പലം. നോക്കട്ടെ കാണാവോ? കണ്ട പൂട്ടിയേക്കുവാ. ഫോട്ടോ എടുത്തേ, തമ്പനയിലിടണ്ടേ. നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തി ഗൈസ്. ആണ് വ്യൂ. നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നമ്മളിവിടെ നിൽക്കുന്ന കണ്ട ഒക്കെ പാറയാ. അങ്ങ് വരെ കാണാം. ഇവിടെയൊക്കെ ഇറങ്ങണമെന്നുണ്ട്. തെന്നി വീണാലോ ആണ് ഗൈസ്. അതെ, ഞാൻ ഒറ്റയ്ക്കല്ല ഒന്ന് തോന്നുന്നു. മൈ ബ്രദർ. ഗൈസ്, ഇത് സ്ഥലം എന്ന് വെച്ചാൽ ഓയൂർ കരിങ്ങന്നൂർ മോട്ടോർ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വേറെ വെള്ളൂരും കൂടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇച്ചിരി ഡിസ്റ്റൻസാണ്. നോക്കട്ടെ. വൈകിട്ട് അഗസ്തിക്കോട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അതും ഞാൻ ഇടാം. ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ. അവിടെ നോക്കി കിണിക്കുന്നു. തെന്നി വീഴുവോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഫോറസ്റ്റാ, വല്ല പന്നിയോ എല്ലാം വന്ന് ഇടിച്ചിടും. ഒക്കെ ഒത്തിരി ആക്സിഡന്റ് നടന്ന ഏരിയ. റെസ്ട്രിക്റ്റഡൊന്നുമല്ല, നമുക്ക് വരാം. കാണിക്കട്ടോ ഗൈസ്. ഉണ്ടാ ഒടുക്കത്തെ വെയിൽ. നമ്മൾ ഇറങ്ങി ഇങ്ങ് വന്നു. മല കയറി പോവാം. നമുക്കൊരു അഡ്വഞ്ചർ നോക്കാം ഗൈസ്. ഈ സൈഡിൽ കൂടി കയറാം. നമ്മളങ്ങനെ മാന്യന്മാരായിട്ട് ഗുണമൊന്നുമില്ല. വീണ എല്ലാവരും, അല്ലെങ്കിൽ വേണ്ട, വീണില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മറിഞ്ഞു വീഴും ലാസ്റ്റ്. അയ്യോ, കയറി. പക്ഷെ കണ്ടാൽ ചെറിയ അമ്പലമാണെങ്കിലും ടോയ്ലറ്റൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് മുമ്പാ ഞാൻ കണ്ടേ. അങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് വ്ളോഗ് എടുത്തുകൊണ്ട് വന്നപ്പോൾ. ദിസ് ഈസ് ദ ടെമ്പിൾ. കൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ ഗൈസ്, ഇതാന്ന് പറഞ്ഞ വ്യൂ പോയിൻ്റുള്ള അമ്പലം. വരാൻ പറ്റുന്നവരൊക്കെ വരണം. നല്ലൊരു അമ്പലം ചെറുതാണ്. ഈ സ്ഥലത്തെ വ്യൂ നല്ലതാണ്. അപ്പം ഇനി വൈകിട്ട് 5 പോകാൻ പ്ലാനുണ്ട്. ഉറപ്പിച്ചില്ല ഞാൻ. ഉറപ്പിച്ചാൽ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് പോകും. അവൻ വരും, വണ്ടി ഓടിക്കും. ആ സമയത്ത് കാണിക്കാം.
ആരും കേക്ക് വേണ്ടിയോ പൈസ സൗണ്ടൊക്കെ പിന്നെ കൊടുത്താൽ മതി. തിരിഞ്ഞു വീണ ലൈക്ക് ഉണ്ടെന്നേ. തിരിഞ്ഞു വീണ എല്ലാവർക്കും ഒരു ബിരിയാണി. തിരിഞ്ഞു വീണ പറഞ്ഞു ഗൈസ്, തെന്നി വീണ ഒരു ബിരിയാണി ഉണ്ട് എല്ലാവർക്കും കേട്ടോ. ആർക്കും ഒന്നുമില്ല. നല്ല ഗൈസ്, അങ്ങനെ ഒരുപാട് വഴിയൊക്കെ തെറ്റി. എന്താ സന്തോഷത്തോടെ പറയുന്ന, ഒത്തിരി വഴിയൊക്കെ തെറ്റി. സ്ഥലമൊന്നും അറിയാൻ വയ്യാതെ ഒരുവിധം കഷ്ടപ്പെട്ട് പകൽ കുറി ഉത്സവം നാളെ അവിടെ 6-ന്റെ അവിടെ എത്തി. ഇതൊരു കുറുക്ക് വഴിയാണ്. എന്തായാലും ഞാൻ കയറി കാണിച്ചു തരാം. വലുതായിട്ട് ആരുമില്ലേ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റായി. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണിച്ചു ഈ അമ്പലത്തിൽ പോയിട്ട് കാണിക്കും. ഫാസ്റ്റ് പോകും. ഗൈസാണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ പറഞ്ഞില്ല അഗസ്തിക്കോട് അമ്പലത്തിൽ കാണിക്കാറ്. അത് അടുത്തൊരു വ്ളോഗായിട്ടില്ല. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ടാറ്റാ.